വർക്കല ബീച്ച് പാപനാശം ബീച്ച് എന്നും അറിയപ്പെടുന്നു. ഞാൻ നിൽക്കുന്നിടം മരണാനന്തര കർമ്മങ്ങൾ നടത്തുന്ന സ്ഥലമാണ്. ടൂറിസ്റ്റുകൾ വരുന്ന ഭാഗം ദൂരെ ആ കാണുന്നിടത്താണ്. ശക്തമായ കാറ്റ് കാരണം ക്യാമറ നേരെ പിടിക്കാൻ പാടാണ്. കഠിനമായ ചൂട്. ഹിന്ദു വിശ്വാസപ്രകാരം മരണാനന്തര കർമ്മങ്ങൾ കഴിഞ്ഞ് 16-ാം ദിവസമോ 40-ാം ദിവസമോ അസ്ഥി പാപനാശം കടലിൽ ഒഴുക്കിയാൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും എന്നാണ്. ഇവിടുത്തെ ബലിമണ്ഡപവും പിന്നിൽ റിസോർട്ടിലെ കോട്ടേജുകളുമാണ്. ഇതാണ് ബലിമണ്ഡപം. അസ്ഥി കടലിൽ ഒഴുക്കുന്നതിന് മുൻപുള്ള കർമ്മങ്ങൾ ഇവിടെ ചെയ്യാം. മുൻകൂട്ടി ബുക്ക് ചെയ്യണം എന്ന് മാത്രം. എന്നാലേ ടൈം സ്ലോട്ട് കിട്ടുകയുള്ളൂ. അത്രയ്ക്കും തിരക്കാണ്. ഇവിടെ ടൈം സ്ലോട്ട് കിട്ടിയില്ലെങ്കിലും കടൽ തീരത്ത് കർമ്മങ്ങൾ പറഞ്ഞു തന്ന് ചെയ്യിപ്പിക്കുന്നതിനുള്ള ആളുകൾ ഉണ്ട്. ഈ കുടകൾക്ക് കീഴിൽ ഇരിക്കുന്നത് കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചു തരുന്ന കർമ്മികളാണ്. കർമ്മം ചെയ്യുന്നവരെയും ദൃശ്യത്തിൽ കാണാം. ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഉൾപ്പെടെ ധാരാളം താമസ സൗകര്യം ഇവിടെ ഉണ്ട്. ഓലമേഞ്ഞ റെസ്റ്റോറൻറ്റിന് സമീപത്തു നിന്നും ക്ലിഫിലേക്ക് നടന്നു കയറുന്നതിനുള്ള പടിക്കെട്ട് ഉണ്ട്. ചുവന്ന കൊടി അപായ സൂചകമാണ്. കടൽ പ്രക്ഷുബ്ധമാണ്. വാണിംഗ് ബോർഡുകൾ എല്ലായിടത്തും സ്ഥാപിച്ചിട്ടുണ്ട്. കടലിലൂടെ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ട് തെക്കോട്ടാണ് സഞ്ചരിക്കുന്നത്, അതായത് വിഴിഞ്ഞ ഭാഗത്തേക്ക്. ട്രോളർ ആണെന്ന് തോന്നുന്നു. കുറച്ചുകൂടി വലുതാണ്. മത്സ്യബന്ധനത്തിന് പോകാൻ തയ്യാറെടുക്കുന്ന ബോട്ട്. ഈയിടയ്ക്ക് തകർന്നു വീണ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഭാഗങ്ങൾ കരയിൽ കയറ്റി വച്ചിരിക്കുന്നു. കയാക്കിങ്ങിനുള്ള ഫൈബർ ബോട്ടുകളാണ്. ബീച്ചിൽ നല്ല തിരക്ക്. ക്ലിഫിന്റെ ഒരു ഭാഗം.
ക്ലിഫിലേക്ക് ചെറിയ ചെറിയ വഴികൾ ഇവിടെ കാണാം. ക്ലിഫിൽ നിന്നുള്ള ദൃശ്യമാണിത്. ഭയങ്കരമായ ചൂട് കാരണം വിയർത്ത് കുളിച്ചതുപോലെ. അത് കാരണം ക്ലിഫിലേക്ക് പടികൾ കയറി വരുന്ന സമയത്തെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അറബിക്കടലാണ് മുന്നിൽ. കടലിൽ കുളിക്കുന്നവർ. ചക്രവാളത്തിന് ഒരു അവ്യക്തതയുണ്ട്. ഷാർപ്നെസ് ഇല്ല. ബീച്ചിൽ നിന്നും ക്ലിഫിലേക്ക് പടി കയറി വന്ന വഴി. ഗവൺമെൻറ് യോഗ പ്രകൃതി ചികിത്സാ കേന്ദ്രമാണ്. ക്ലിഫിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ലിഫിലേക്ക് റോഡ് മാർഗവും വരാം. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കരയ്ക്ക് കയറ്റി വെച്ചിരിക്കുന്നു. ബീച്ചിൽ വെച്ച് കണ്ട ഫിഷിംഗ് ബോട്ട് കടലിൽ പോകാൻ തയ്യാറെടുക്കുന്നു. ബോട്ട് കടലിന് നേരെ തിരിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു. തിര കാരണം പറ്റുന്നില്ല. ഒരു പാരാഗ്ലൈഡർ ആകാശത്തു കൂടി വരുന്നു. 2 പേർക്ക് സഞ്ചരിക്കാവുന്നതാണ്. പിന്നിൽ പ്രൊപ്പല്ലർ കറങ്ങുന്നുണ്ട്. ഒന്ന് പാരാഗ്ലൈഡർ പറത്തുന്ന ആളും പിന്നെ ടൂറിസ്റ്റും. കോളത്ത് പാരാസെയിലിംഗ് ആണ് കണ്ടതെങ്കിൽ ഇവിടെ പാരാഗ്ലൈഡിംഗ് ആണ്. പാരാഗ്ലൈഡറും കയാക്കിങ്ങും എല്ലാം അഡ്വഞ്ചർ ആക്ടിവിറ്റീസാണ്. ഇവ രണ്ടും ഇവിടെ ഉണ്ട്. ബോട്ട് ഇതുവരെ കടലിൽ ഇറക്കാൻ പറ്റിയിട്ടില്ല. കുട്ടികളാണെന്ന് തോന്നുന്നു. തിരമാലകൾ കൊണ്ട് ഒരു രക്ഷയുമില്ല. പാരാഗ്ലൈഡർ ഇവിടെ കടലിലും കരയിലുമായിട്ട് വട്ടമിട്ട് പറക്കുകയാണ്. ഫ്ലൈ വർക്കല അഡ്വഞ്ചർ ക്ലബ്ബ്, ക്യാൻ ഫ്ലൈ അഡ്വഞ്ചർ എന്നീ 2 ക്ലബ്ബുകളാണ് പാരാഗ്ലൈഡിംഗ് സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 15 മുതൽ 20 മിനിറ്റ് പറക്കുന്നതിന് 4500 രൂപയോളമാകും. പറക്കുന്ന സമയത്ത് ടൂറിസ്റ്റിൻ്റെ വീഡിയോ കൂടി വേണമെങ്കിൽ 5000 രൂപയായി. ടേക്ക് ഓഫ്, പറക്കുന്ന സമയം, ലാൻഡിംഗ് എന്നീ സമയങ്ങളിലെ ഇമോഷൻസ് എല്ലാം ഈ വീഡിയോയിൽ ഉണ്ടാകും. സൂക്ഷിച്ചു വയ്ക്കാൻ ഒരു മുതൽക്കൂട്ടാണത്. മൂന്നാമതൊരാളും കൂടി ബോട്ടിനരികിലെത്തി. നേരത്തെ ഉണ്ടായിരുന്ന കുട്ടികളാണ്.
തിരമാലകൾ ഒരു രക്ഷയുമില്ല. പാരാഗ്ലൈഡർ വന്ന ദിശയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഒരു പക്ഷിയെ പോലെ പറക്കുന്നതിൻ്റെ ഒരു ഫീല് കിട്ടണമെങ്കിൽ വിമാനത്തെക്കാളും പാരാസെയിലിങ്ങിനേക്കാളും പാരാഗ്ലൈഡറാണ് നല്ലത്. പാരാഗ്ലൈഡർ പോയി മറഞ്ഞു. ബോട്ട് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ്. ഒരു ടൈമിംഗ് ആണ്. തിരമാല ബോട്ടിന് തൊട്ടടുത്തെത്തുമ്പോൾ എഞ്ചിന്റെ സ്പീഡ് കൂട്ടി തിരമാലയെ മറികടക്കുന്നു. ബോട്ട് തിരമാലകൾ രൂപപ്പെടുന്ന ഭാഗം കടന്നു. ഇടതുവശത്തേക്ക് തിരിഞ്ഞു. കടൽ തീരത്തിന് പാരലൽ ആയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. മറ്റൊരു പാരാഗ്ലൈഡർ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. ആകാശത്ത് വട്ടമിടാൻ തുടങ്ങുകയാണ്. ബോട്ട് കടലിലേക്കുള്ള യാത്രയിലാണ്. മുകളിലും കരയിലും വിനോദസഞ്ചാരികളെങ്കിൽ കടലിൽ ഉപജീവനത്തിനുള്ള വക കണ്ടെത്താനായി പോകുന്ന മത്സ്യത്തൊഴിലാളികളാണ്. ഈ പാരാഗ്ലൈഡറും തിരികെ പോവുകയാണ്. മത്സ്യത്തൊഴിലാളികൾ ഉൾക്കടലിലേക്ക്. ക്ലിഫിലെ പാർക്കിംഗ് ഏരിയയാണ്. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ബീച്ചിൽ രസിക്കുന്ന വിനോദസഞ്ചാരികൾ. ശരിക്കും ഇത് പാർക്കിംഗ് ഏരിയ അല്ല, ഹെലിപാഡാണ്. പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ പോലുള്ള VIP മുൻപ് ഇവിടെ വന്നപ്പോൾ ഈ ഹെലിപാഡാണ് ഉപയോഗിച്ചത്. അല്ലാത്ത സമയത്ത് പാർക്കിംഗ് ഏരിയയായി ഉപയോഗിക്കുന്നു. ധാരാളം റെസ്റ്റോറൻറ്റുകളും ഹോം സ്റ്റേകളും ഇവിടെയുണ്ട്.
ഇതാണ് യോഗ പ്രകൃതി ചികിത്സാ കേന്ദ്രം. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വലത് ഭാഗത്തു കൂടെ പോയാൽ പടികൾ ഇറങ്ങി ബീച്ചിൽ എത്താം. ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും. പാർക്കിംഗ് ഏരിയ കടന്ന് ക്ലിഫിൻ്റെ സൈഡിൽ കൂടിയുള്ള ഈ വഴി പോയാൽ ഇടതുവശത്ത് താഴെ കടലും വലതുവശത്ത് സീ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളും ഹോം സ്റ്റേകളും റിസോർട്ടുകളുമാണ്. അവധി ദിനങ്ങളിൽ നല്ല തിരക്കാണ്. റെസ്റ്റോറൻറ്റുകൾക്ക് പുറമെ ആയുർവേദ മസാജ് പാർലറുകളും ഉണ്ട്. ഈ വഴി കുറേ ദൂരം കൂടി ഇനിയും മുന്നോട്ട് പോകാം. വഴിയരികിലുള്ള കാഴ്ചകൾ ഇതുതന്നെയാണ്. ഇതാണ് വർക്കല ജനാർദ്ദന ക്ഷേത്രം. 2000-ഓളം വർഷം പഴക്കമുള്ളതാണ്. ബലിതർപ്പണത്തിന് ശേഷം പലരും ഈ ക്ഷേത്രത്തിൽ കയറിയിട്ടാണ് പോകാറ്. ഇടയ്ക്ക് ഒരു കാലത്ത് ക്ഷേത്രം ജീർണത നേരിട്ടെങ്കിലും മുൻപ് ഇവിടം ഭരിച്ചിരുന്ന പാണ്ഡ്യ രാജാക്കന്മാർ ക്ഷേത്രം പുനർനിർമ്മിച്ചു. വലിയ ക്ഷേത്രമാണ്. മൈനർ കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രമാണിത്. ജനാർദ്ദന ക്ഷേത്രത്തിന് മുൻപിൽ തന്നെയാണ് ഈ ക്ഷേത്രവും. ക്ഷേത്രക്കുളം വളരെ ഭംഗിയായും വൃത്തിയായും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. 4 വശത്തും സ്നാനഘട്ടം നിർമ്മിച്ചിട്ടുണ്ട്. വർക്കല ബീച്ചിൻ്റെയും ജനാർദ്ദന ക്ഷേത്രത്തിൻ്റെയും ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ നിങ്ങളുടെ മുന്നിലെത്തും. അതുവരെ ഗുഡ് ബൈ.